ശ്രീലങ്കയിലെ പ്രളയത്തിൽ മരണം 330ആയി. 200ഓളം പേരെ കാണാതായിട്ടുണ്ട്. 20,000-ഓളം വീടുകൾ തകർന്നതായും 1,00,000-ലേറെ പേർക്ക് താൽക്കാലിക ക്യാമ്പുകളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കേണ്ട സാഹചര്യമാണെന്നും സർക്കാർ അറിയിച്ചു. ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ചതിനെ തുടർന്ന് 3 ദിവസമായി വിവിധയിടങ്ങളിൽ വെള്ളവും വൈദ്യുതിയും ലഭിക്കുന്നില്ല. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, വലിയ രീതിയിലുള്ള കെടുതിയാണ് ശ്രീലങ്കയിൽ ഉണ്ടായിരിക്കുന്നത്. മരണം 330 കടന്നിരിക്കുന്നു. അതോടൊപ്പം കാണാതായവർ നിരവധിയാണ്. ഇനിയും ഈ തകർത്തെറിഞ്ഞ ശ്രീലങ്കയ്ക്ക് സഹായ ഹസ്തങ്ങൾ എത്തേണ്ടതുണ്ട്. അതിനായി ഭാരതവും വലിയ രീതിയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഐസൺ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശ്രീലങ്കയിലെ സ്ഥിതി അങ്ങേയറ്റം ദയനീയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും രോഹിണി, ശ്രീലങ്കയിലെ സ്ഥിതി ഏറെ ഗൗരവമുള്ളൊരു സാഹചര്യം തന്നെയാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 300-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. 200ഓളം പേർ കാണാതായിട്ടുണ്ട്, 200ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്ന വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1,80,000 എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വന്ന ഔദ്യോഗികമായ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1,80,000-ഓളം പേരെ അവർക്ക് വീടും അത്തരത്തിലുള്ള താമസ സ്ഥലങ്ങളും ജീവിതോപാധികളും നഷ്ടപ്പെട്ടവരായുണ്ട് എന്നാണ് പ്രാഥമികമായ ഒരു കണക്ക് വരുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ശ്രീലങ്ക നേരിടുന്ന ആഘാതം എത്ര കണ്ടുണ്ട് എന്നുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ആ ശ്രീലങ്കയുടെ ഭരണ മെഷീനറി മുഴുവൻ തന്നെ വളരെ കൃത്യമായി ശ്രീലങ്കയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്, ശ്രീലങ്കയിലെ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ദുരന്തം വലിയൊരു ദുരന്തം, അതായത് ശ്രീലങ്കയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. കിഴക്കൻ ശ്രീലങ്കയുടെ ഭാഗങ്ങളിലും സ്വാഭാവികമായും അത് കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലേക്കും പ്രവേശിച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റാണ് വലിയ നാശം വിതച്ചത്. മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മലമ്പ്രദേശങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഈ അപകടത്തിൻ്റെ ആഘാതം വലിയ തോതിലുണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ മരണസംഖ്യയിലേക്ക് കാര്യങ്ങൾ ഉയർന്നതെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയാനാവില്ല. കാരണം 200ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്ന് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുന്നു, ഔദ്യോഗികമായി പുറത്തു വരുന്നു. ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി തേടുമ്പോൾ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നുണ്ട്. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രക്ഷാദൗത്യങ്ങൾക്കായി പല സഹായങ്ങളും അനുവദിക്കുകയും ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ആ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ദുരന്തത്തിന് ശേഷമുള്ള പോസ്റ്റ് ഡിസാസ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെയും അതിൽ തുടർ നടപടികളുടെയും ഭാഗമായി കാര്യക്ഷമമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള നീക്കങ്ങളിലൂടെയാണ് ആ സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളും, അതായത് റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം തന്നെ പുരോഗമിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.